10 ദിവസം റോഡടച്ച് ഗതാഗതം നിരോധിച്ച് പ്രവർത്തികൾ നടത്തിയിട്ടും പട്ടാമ്പി വാടാനംകുറിശ്ശിയിൽ റോഡ് അടഞ്ഞു തന്നെ. തിങ്കളാഴ്ച റോഡ് തുറന്നെന്ന് കരുതി കിലോമീറ്ററുകൾ സഞ്ചരിച്ചെത്തിയ യാത്രക്കാർ വലഞ്ഞു. സംഭവത്തിൽ പ്രതിഷേധവുമായി കോൺഗ്രസ് പ്രവർത്തകർ രംഗത്തെത്തി പണി നിർത്തിവെപ്പിച്ചു. 4 വർഷമായി നടക്കുന്ന മേൽപ്പാലം നിർമ്മാണം ഇപ്പോഴും പാതി വഴിയിലാണ്. ഇതുമൂലം ഈ പാതയിലൂടെയുള്ള യാത്രക്കാർ വലിയ ദുരിതമാണ് അനുഭവിക്കുന്നത്. ഏറെ തിരക്കുള്ള പാലക്കാട് ഗുരുവായൂർ സംസ്ഥാന പാതയിലാണ് വാടാനംകുറിശ്ശിയിൽ റെയിൽവേ മേൽപ്പാലം നിർമ്മിക്കുന്നത്. നിർമ്മാണം ആരംഭിച്ച് 4 വർഷത്തിലധികമായിട്ടും പാലം പണി ഇപ്പോഴും പാതി വഴിയിലാണ്. പലപ്പോഴും ദിവസങ്ങളോളം പൂർണ്ണമായും ഗതാഗതം നിരോധിച്ച് പ്രവൃത്തി നടത്തും. ഇത്തവണ 10 ദിവസമാണ് റോഡടച്ചത്. ഞായറാഴ്ച വരെ റോഡടയ്ക്കുമെന്നാണ് അധികൃതർ അറിയിച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ തിങ്കളാഴ്ച രാവിലെ വാഹനങ്ങൾ എത്തിയെങ്കിലും റോഡ് തുറന്നില്ല. 10 ദിവസം എടുത്തിട്ടും പ്രവൃത്തികൾ പകുതി പോലും ആയില്ലെന്നാണ് ആക്ഷേപം. മേൽപ്പാലത്തിന്റെ ബന്ധപ്പെട്ട പണികളുമായിട്ട് ഈ റോഡ് അടച്ചിട്ടിട്ട് വളരെ ദുരിതത്തിലായിരുന്നു ഇവിടുത്തെ യാത്രക്കാരും പുറത്തുനിന്ന് വരുന്ന ആളുകളും എല്ലാവരും. കഴിഞ്ഞ ദിവസം ഞങ്ങൾ ബന്ധപ്പെട്ട അധികാരികളെയും ഇവിടുത്തെ എഞ്ചിനീയർമാരെയും കണ്ടിരുന്നു. ഈ 10 ദിവസം കഴിഞ്ഞു കഴിഞ്ഞാൽ മുഴുവൻ വാഹനങ്ങളെയും തുറന്നുവിടാനുള്ള സൗകര്യം ഉണ്ടാവും എന്നുള്ളത് ഉറപ്പ് നൽകിയതാണ്. ഇന്നിപ്പോൾ വീണ്ടും ഒരു അറിയിപ്പ് വന്നിരിക്കുകയാണ്, വീണ്ടും ഒരു 10 ദിവസമെന്ന്. ആ അറിയിപ്പ് ചാനലിൽ കൂടെ മാത്രമാണ് ജനങ്ങൾ അറിഞ്ഞിട്ടുള്ളത്. ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരോ അല്ലെങ്കിൽ മറ്റുള്ളവരോ രേഖാമൂലം ഒരു അറിയിപ്പായിട്ട് ഇതുവരെ കൊടുത്തിട്ടില്ല. അല്ലെങ്കിൽ പോലീസിനോ അല്ലെങ്കിൽ എഞ്ചിനീയർമാരോ ഒരു രേഖാമൂലമുള്ള അറിയിപ്പും ഇതുവരെ കൊടുത്തിട്ടില്ല. ഇപ്പോഴും ജനങ്ങളെ ബുദ്ധിമുട്ടിലാക്കുക എന്നുള്ള സമീപനം മാത്രമാണ് ഇവിടെ സ്വീകരിക്കുന്നത്. റോഡ് തുറന്നെന്ന് കരുതി കിലോമീറ്ററുകൾ സഞ്ചരിച്ചെത്തിയവർ വഴിയിൽ കുടുങ്ങി. ഇതോടെ ജനങ്ങൾ വലഞ്ഞു. സംഭവത്തിൽ പ്രതിഷേധവുമായി കോൺഗ്രസ് പ്രവർത്തകരും രംഗത്തെത്തി. ചുരുക്കം തൊഴിലാളികളെ വെച്ചാണ് പ്രവർത്തികൾ നടത്തുന്നത്. 10 ദിവസമായിട്ടും റിട്ടേണിംഗ് വാളിന്റെയും സർവീസ് റോഡിന്റെയും നിർമ്മാണം പാതി വഴിയിലാണ്. മഴ കാരണമാണ് പ്രവർത്തികൾ വൈകുന്നതെന്ന് ചൂണ്ടിക്കാട്ടി അധികൃതർ വിശദീകരണം നൽകുമ്പോൾ 5 കൊല്ലമായിട്ടും മഴക്കാലത്ത് മഴ പെയ്യുമെന്ന് അറിയില്ലേ എന്ന പൊതുജനങ്ങളുടെ ചോദ്യവും പ്രസക്തമാണ്. തുടക്കത്തിൽ മേൽപ്പാലം നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ആരും തന്നെ സ്ഥലത്തുണ്ടായിരുന്നില്ല. പണി നിർത്തിയതിനെ തുടർന്ന് ഉദ്യോഗസ്ഥരും ഷൊർണൂർ പോലീസും സ്ഥലത്തെത്തി. ഉദ്യോഗസ്ഥരും കോൺഗ്രസ് പ്രവർത്തകരും പോലീസും തമ്മിൽ ചർച്ച നടന്നു. 3 ദിവസത്തിനുള്ളിൽ ഇരുചക്ര വാഹനങ്ങൾക്കും അത്യാവശ്യ ഓട്ടോറിക്ഷകൾക്കും പോകുവാനുള്ള സൗകര്യവും ഒരുക്കും എന്നുള്ള അധികൃതരുടെ ഉറപ്പിന്മേൽ പ്രതിഷേധം അവസാനിപ്പിച്ചു. ഈ മാസം 11-ാം തീയതി മുതലാണ് റോഡടച്ച് പ്രവൃത്തികൾ ആരംഭിച്ചത്. സ്വകാര്യ ബസ്സുകൾ മേൽപ്പാല നിർമ്മാണ സ്ഥലത്തിന് അപ്പുറവും ഇപ്പുറവും ആളെ ഇറക്കിയാണ് സർവീസ്. മഴ കൊണ്ടും റോഡിലെ കുഴികളിലെ ചെളിക്കെട്ടിലൂടെയുമൊക്കെയാണ് കുട്ടികളടക്കമുള്ളവർ സഞ്ചരിക്കുന്നത്. 3 ദിവസത്തിനുള്ളിൽ താൽക്കാലിക പരിഹാരം കണ്ടില്ലെങ്കിൽ വലിയ പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്ന് കോൺഗ്രസ് നേതാക്കൾ മുന്നറിയിപ്പ് നൽകി. NCV ന്യൂസ്, തൃത്താല.